ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അമ്പലം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാണാൻ പറ്റും കേട്ടോ അമ്പലം. ഞാൻ ഇന്നത്തെ റീൽസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോയി. ദൂരൊരു അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഞാനിവിടെ തൊട്ടടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണക്കോടി. ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചാണ്. ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷെ ആരും കമൻറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ പറയാനുള്ളത് പറയണമല്ലോ. അങ്ങനെ ഓണം ഇന്നിവിടെ അവധിയാണ്. ഓണത്തിൻ്റെ അവധിയല്ല, പക്ഷെ നബിദിനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭാഗ്യവശാൽ വന്നു വീണു, അവധി കിട്ടി. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ദിവസത്തെ അവധി കണ്ടുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ദിവസമായിരുന്നെങ്കിൽ പോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ദിവസം പോയി പിന്നെ തിരിച്ചു വരണം. അടുപ്പിച്ച് ലീവ് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു സദ്യ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ആ സദ്യ കാണിച്ചു തരാം, അൺബോക്സ് ചെയ്യാൻ. നമ്മുടെ സദ്യയുടെ ഒന്നും അത്ര ഒന്നും വരില്ലെങ്കിലും ജസ്റ്റ് ഒരു ട്രയൽ വാങ്ങി നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് കേരളത്തിലല്ല കേട്ടോ, കേരളത്തിൽ വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുന്നവർ. എല്ലായിടത്തും ഓണസദ്യയൊക്കെ ഉണ്ടാവും. പുറത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഒന്നിടാമെന്ന്. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ ഇതായിരുന്നു ബ്ലിങ്കിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓണം സദ്യ പാക്കേജ്. എനിക്ക് ആ പാക്കേജ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഭയങ്കര ഐറ്റംസ് ഒന്നും ഇല്ല, അവർ എത്രയോ നമ്പർ ഓഫ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പപ്പടവും പിന്നെ ഒരു ഓണം കിറ്റായിട്ട് നമ്മുടെ അച്ചാർ, പുളിയിഞ്ചിയും പിന്നെ ഒരു അച്ചാറും നമ്മുടെ ശർക്കര ഉപ്പേരി, ചിപ്സ്, പഴം, ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടുകറി, രസം, സാമ്പാർ, അവിയലുണ്ടായിരുന്നു. അവിയൽ ഇടുന്ന വീഡിയോ എവിടെ പോയി. അവിയൽ, പിന്നെ വെർമസിലി പായസവും ചോറും, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പരിപ്പ് മിസ് ചെയ്യുന്നുണ്ട്, കാരണം നെയ്യും ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പരിപ്പില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അത്യാവശ്യ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഉള്ളതേ ഉള്ളൂ കേട്ടോ, 2 പേർക്കൊന്നും ഉള്ളതില്ല. അവർ സെർവ്സ് 1 to 2 എന്ന് പറയുന്നെങ്കിലും സദ്യ തീമിൽ പറഞ്ഞാൽ ഒരാൾക്കുള്ളതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. പരിപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. പരിപ്പില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, അതല്ലാതെ വിഷമമില്ല. പരിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടെ ഹാവ് ബീൻ ബെറ്റർ എന്നെനിക്കിങ്ങനെ തോന്നി. പിന്നെ എനിക്ക് കഴിക്കാനല്ലേ, ഇതൊക്കെ മതി. കൂട്ടുകറി കൊള്ളാം. എൻ്റെ കുഞ്ഞോണം ഞാനൊരിക്കലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓണം കൂടുമെന്ന്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇൻ ദ സെൻസ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓണം ആണ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള. കുറച്ചധികം വിഷമമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ലൈഫ് ഹാപ്പൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പുറത്ത് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രണ്ട്സിനൊരു വേറൊരു ചേഞ്ച് ഓഫ് പ്ലാൻസ് വന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എങ്ങും പോയില്ല. വേണമെങ്കിൽ പുറത്ത് ഹോട്ടലിലൊക്കെ പോയി കഴിക്കാം, പക്ഷേ എനിക്ക് അതിനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ബിസ്ട്രോ നോക്കിയപ്പോഴാണ് ഓണം സദ്യ എന്ന് പറഞ്ഞ് കണ്ടത്. അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, പിന്നെ പോയതിൻ്റെയും വന്നതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് ഞാനൊരു ക്ലിപ്പായിട്ട് അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ഓണാശംസകൾ. ബൈ.